നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വിത് തങ്കച്ചി, സേവാമൃതം ആയുർവേദ ക്ലിനിക്, അമ്പലമുക്ക്. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ആർത്രൈറ്റിസ്, അതായത് വാതരോഗം. ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അതായത് നമുക്കിത് പലരിലും കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും പുരുഷന്മാരെക്കാളും സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഇത് കാണാറുള്ളത്. അതായത് ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ് എന്ന് പറയാം നമുക്കിതിനെ. പ്രത്യേകിച്ച് നമ്മുടെ ചലനശേഷി തന്നെ മാറ്റുന്ന ഒരു അവസ്ഥയാണ് വാതരോഗം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ചും ഇത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ആർത്രൈറ്റിസ് ഉണ്ടാകാം. പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന ഒന്നാണ് വാതരോഗം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അത് ഒരു കാരണം മാത്രമാണ്. എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബോഡി നമുക്കെതിരെ റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വാതരോഗം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ആർത്രൈറ്റിസിന് തന്നെ രണ്ടായിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയാം. അതായത് തേയ്മാനം കൊണ്ടുണ്ടാകുന്ന വാതരോഗവും, അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതായത് നമ്മുടെ ജോയിന്റ്സുകളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, അങ്ങനെയും നമുക്ക് ഇതിനെ പറയാം. അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് ജോയിന്റ്സുകളിൽ ഉണ്ടാകുന്ന വേദന, അതുപോലെ നമുക്ക് പ്രത്യേകിച്ചും കൈകൾ വിരലുകൾ മടക്കാനും നിവർക്കാനും ഉള്ള ബുദ്ധിമുട്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഓരോ ജോയിന്റ്സിലും ഉണ്ടാകുന്ന പെയിന്, പിന്നെ കഴുത്ത് വേദന, ജോയിന്റ്സ് മുട്ടുവേദന, ഇങ്ങനെയുള്ള പ്രധാനമായിട്ട് ഉറക്കമില്ലായ്മ, അതുപോലെ വെയിറ്റ് ലോസ്, വെയിറ്റ് കുറയുക, എപ്പോഴും ഒരു ക്ഷീണം, ഒരു ടയേർഡ്നെസ് ഉണ്ടാകുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കൂടുതൽ നമുക്ക് തണുപ്പടിക്കാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക. നമ്മളെ വീട്ടിനകത്തും എപ്പോഴും ചപ്പൽ ഉപയോഗിക്കുക. അതുപോലെ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നവർ, പ്രത്യേകിച്ച് മുട്ടുവേദനയൊക്കെ അമിതമായിട്ടുള്ളവരാണെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിടക്കുമ്പോൾ എപ്പോഴും മുട്ട് നിവർത്തി വെച്ച് കിടക്കാനായിട്ട്, സ്ട്രെയിറ്റ് പൊസിഷനിലേക്ക് കിടക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ അധികം ഭാരമുള്ള വെയിറ്റ് അങ്ങനെയുള്ളത് എടുക്കാതിരിക്കുന്നതും കുറച്ചും കൂടി നമുക്ക് പെയിൻ അല്ലെങ്കിൽ വേദനയൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. മെയിനായിട്ടും ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാതരോഗമുള്ള ആളുകൾ ചെറിയ രീതിയിലുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് കൈക്കും കാലിനും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേദനകൾ കുറയ്ക്കാനും അതുപോലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനായിട്ടും സാധിക്കുന്നതാണ്.